വിവാഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലർ വിവാഹം കഴിക്കാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്, സ്ത്രീകളായാലും പെൺകുട്ടികളായാലും പുരുഷന്മാരായാലും. അപ്പം ഞാൻ അവരോട് പറയാണ്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾക്ക് ഒരു വിവാഹത്തിനൊരു പ്രായം കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ, അല്ലേ? ഇത്രയും പ്രായമായി, പിന്നെ ജ്യോതിഷപരമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇന്ന സമയത്താണ് വിവാഹം, അപ്പോൾ അങ്ങനെ ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിയുമ്പോൾ പതുക്കെ വീട്ടിലെ ആലോചനകളൊക്കെ തുടങ്ങും. അപ്പം ഏറ്റവും വലിയൊരു ചടങ്ങുണ്ട് വിവാഹത്തിന്. എന്താണ് അതെനിക്ക് തോന്നുന്നു എല്ലാ മതത്തിനും അങ്ങനെ തന്നെയാണ്. 2 കൈകൾ ചേർത്ത് കൊടുക്കുകയാണ്, അല്ലേ? അപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞു എന്നതിനുള്ള തെളിവായിട്ട് എന്താണ്, ആ ഒരു ബന്ധം നിലനിൽക്കുക എന്നുള്ളതിൽ താലി, അല്ലേ, ഒരു സിമ്പിളായിട്ട് താലി കെട്ടുന്നു. പിന്നെ നെറുകയിൽ എന്താണ് സിന്ദൂരം കൊടുക്കുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ചടങ്ങാണ് ആ കന്യകയെ ദാനം ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ചടങ്ങ്. അപ്പോൾ അത് പെണ്ണിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മറ്റാരാണോ അതിന് യോജിച്ച ആൾ, അവരാണത് ചെയ്യുന്നത്. അപ്പോൾ 2 കരങ്ങളെ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ് അവിടെ. എന്താണ് അങ്ങനെ 2 കരങ്ങളെ തമ്മിൽ ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം അത് പെണ്ണിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഏറ്റവും അടുത്ത അച്ഛൻ്റെ സ്ഥാനമുള്ള ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ചിന്തിച്ചേ. അതായത് അതുവരെയും അച്ഛൻ്റെ കരങ്ങളിൽ സുരക്ഷിതയായിരുന്നു ആ പെൺകുട്ടി. ഇനി നിൻ്റെ കരങ്ങളിൽ അവൾ സുരക്ഷിതയായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പുരുഷൻ്റെ കയ്യിലേക്ക് ആ പെൺകുട്ടിയുടെ കൈ നൽകുന്നത്, അല്ലേ? ഇത് മറ്റൊരു തലത്തിലും പറയാം. ഇപ്പം അത് പെണ്ണിനെ ഞാൻ പൂർണ്ണമായിട്ടും നല്ലവനാണ് അല്ലെങ്കിൽ എനിക്കത് നയിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, അതുവരെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ജീവിച്ചിരുന്ന ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ കൈ പിടിക്കുന്നതോടുകൂടി മറ്റൊരാളായി മാറുക കൂടി ചെയ്യുകയാണ്. അതുവരെ മകൻ മാത്രമായിരുന്നു, മകൻ എന്നുള്ള രീതിയിൽ മാത്രം ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മറ്റൊരു പെണ്ണിൻ്റെ കൈ പിടിക്കുന്നതോടൊപ്പം താൻ ഒരു ഭർത്താവ് കൂടിയാണ് എന്ന ഒരു ചിന്ത ആൾക്കുണ്ടാവണം. ആ കൈ തനിക്ക് തൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൈ അതൊരിക്കലും വിട്ട് കളയാൻ പാടില്ല. ആ കൈ എപ്പോഴും തൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരിക്കണം. അവൾക്കൊരാവശ്യം വന്നാൽ ഇനി താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പുരുഷൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഈ വിവാഹത്തിന് ഒരു പെണ്ണിൻ്റെ കൈ പിടിക്കുന്നിടം വരെയും അച്ഛനും അമ്മയും എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഇനി നീ നിൻ്റേതായിട്ടുള്ളൊരു കുടുംബത്തിലേക്ക് പോവുകയാണ്. നീ നിൻ്റേതായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാൻ തുടങ്ങുകയാണ്. നിൻ്റേത് മാത്രമല്ല ചിന്ത, അത് അവളുടെ കൂടിയാണ്. അങ്ങനെ 2 ചിന്തകളും ഒരുമിച്ച് പോകണം. 2 സ്ത്രീയുടെ അച്ഛനും അമ്മയായാലും പുരുഷൻ്റെ അച്ഛനും അമ്മയായാലും, അല്ലേ, അവരിൽ നിന്ന് സ്വതന്ത്രരായി 2 വ്യക്തികൾ ഇവിടെ ഒന്നാകുകയാണ്. അങ്ങനെ ഒരു കുടുംബം അവിടെ തുടങ്ങാൻ പോവുകയാണ്. അതുവരെയും എല്ലാത്തിനും അച്ഛൻ അമ്മ എന്ന് ആശ്രയിച്ചു. ഇനി എന്താണ്? ഇവർ തമ്മിൽ, ആ പുരുഷനും ആ സ്ത്രീയും തമ്മിലാണ് എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോവേണ്ടത്. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാം, അഭിപ്രായങ്ങൾ ചോദിക്കാം. പക്ഷേ അവസാന തീരുമാനം എടുക്കേണ്ടത് ഈ സ്ത്രീയും പുരുഷനുമായിരിക്കണം. ആ ഒരു ബന്ധം, നമ്മളൊരാളെ കാണുന്നു, അല്ലേ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാറില്ലേ? ആ 2 കരങ്ങൾ തമ്മിൽ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അത് ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കൈ കൊടുക്കുക എന്നുള്ളത്, അല്ലേ, അത് ആ ഊഷ്മളതയാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്.
അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് കരങ്ങൾ കൊടുക്കുന്നു? പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ജീവിക്കേണ്ടത്, അല്ലേ? അതിൻ്റെ പുറകെ അച്ഛൻ്റെ അമ്മയുടെയും കൈയൊന്നുമില്ല. ഉണ്ടോ? ആങ്ങളയുടെയോ പെങ്ങളുടെയോ ഒന്നും കൈയില്ല. രണ്ട് പേരുടെ കൈകൾ മാത്രം, ആ പുരുഷൻ്റെയും ആ സ്ത്രീയുടെയും. അവർ തമ്മിലാണ് ജീവിക്കേണ്ടത്. അവരുടെ ആശയങ്ങളാണ് ഒന്നിച്ചു പോവേണ്ടത്. അതുവരെയും തണലായി നിന്ന ആളുകളിൽ നിന്ന് അകലേണ്ട സമയമായി. അകലെയെന്ന് വെച്ചാൽ അവരെ അങ്ങ് തള്ളിക്കളയാന്നുള്ളതല്ല, അകന്ന് നിൽക്കേണ്ട രീതിയിൽ നിൽക്കണം. കാരണം ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുരുഷനെ വിശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ബോധം എപ്പോഴും ആ പുരുഷനുണ്ടാവണം. തൻ്റെ കയ്യിലേക്ക് തന്ന്, ആ കരങ്ങൾ പിടിച്ച് തൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മന്ത്രങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. അതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ മന്ത്രങ്ങളുണ്ട്. അതെല്ലാം കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഭർത്താവിലൂടെ വേണം പല കാര്യങ്ങളും ഭാര്യയും മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ഭർത്താവിനാണ്. ഇപ്പോൾ എന്തായാലും കൂടുതലും നടത്തുന്ന കല്യാണങ്ങൾ പയ്യനായിരിക്കും 1-2 വയസ്സെങ്കിലും കൂടുതൽ. പെണ്ണിനെപ്പോഴും ഇത്തിരി പ്രായക്കുറവായിരിക്കും. ഒരുപോലെ പ്രായമുള്ളവർ കിട്ടുന്നുണ്ട്, ചെറുക്കനെക്കാട്ടിയും പ്രായം കൂടിയുള്ള പെണ്ണുങ്ങളെ കിട്ടുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ